മനുഷ്യന്റെ നോട്ടവും മൃഗങ്ങളുടെ നോട്ടവും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് വരികയും മനുഷ്യന്റെ നോട്ടം ആശയപ്രധാനമായി തീരുകയും മനുഷ്യന്റെ നോട്ടം അവന്റെ ചിന്തയെ സ്വാധീനിക്കുകയും മനുഷ്യന്റെ നോട്ടം അവന്റെ ജീവിതത്തെ മാറ്റിപ്പണിയുകയും ചെയ്യുമ്പോഴാണ് കാഴ്ചയും ആശയ വ്യവഹാരങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് കാഴ്ച എന്ന് പറയുന്നതിൻ്റെ സാധ്യതകളെ മനോഹരമായിട്ട് ഈ കണക്റ്റ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഞാൻ സാന്ദർഭികമായി പറഞ്ഞു വെക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞിടത്തേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാം. നിങ്ങൾ വിശുദ്ധ ഖുർആൻ വീണ്ടും ചോദിക്കുകയാണ്, ഒട്ടകത്തിലേക്ക് നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞ ശേഷം നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കൂ, അതെങ്ങനെയാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നത് എന്ന്. നിങ്ങൾ പർവ്വതങ്ങളെ നോക്കൂ, അതെങ്ങനെയാണ് ആണികളായിട്ട് അങ്ങനെ നിലനിൽക്കുന്നത് എന്ന്. നിങ്ങൾ ഈ ഭൂമിയെ നോക്കൂ, ഉരുണ്ട ഭൂമി എങ്ങനെയാണ് നിങ്ങൾക്ക് പരന്നതായിട്ട് അനുഭവപ്പെടുന്നത് എന്ന്. അപ്പോൾ ആലോചിക്കാനും ചിന്തിക്കാനുമുള്ള ഒരുപാട് ആഹ്വാനങ്ങൾ ദൈവിക ഗ്രന്ഥങ്ങളുണ്ട്. ദൈവിക ഗ്രന്ഥം എന്ന് പറയുന്നത് ഒരു ഭ്രാന്തമായ ഒരു അഭിനിവേശമാക്കി മാറ്റി, മനുഷ്യനെ മതോന്മത്തരാക്കി മാറ്റി, മനുഷ്യനെ മറ്റൊരു മനുഷ്യന്റെ ശത്രുവാക്കി മാറ്റി, എന്നിട്ട് ഇതൊക്കെ മതങ്ങളുടെ വരവിലും ചെലവിലും എഴുതി ചേർക്കുന്ന പരിപാടി യഥാർത്ഥത്തിൽ മതവിരുദ്ധ ശക്തികളുടെ വളരെ ഗൂഢമായ നീക്കങ്ങളാണ് എന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. മതം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള വികാരമല്ല. മതം എന്ന് പറയുന്നത് ആലോചനയും ചിന്തയുമാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മാറ്റമില്ലാത്ത പ്രാപഞ്ചിക വ്യവസ്ഥയുടെ, കാലാധിപത്യയായ പ്രാപഞ്ചിക വ്യവസ്ഥയുടെ, തലകാല ഭേദങ്ങൾക്ക് അതീതമായ പ്രാപഞ്ചിക വ്യവസ്ഥയുടെ, മനുഷ്യരുടെ ഉച്ചനീചത്വങ്ങൾക്കപ്പുറം സമഭാവനയിൽ മനുഷ്യനെ സമീപിക്കുന്ന പ്രാപഞ്ചിക നിയമവ്യവസ്ഥയുടെ മനുഷ്യന് മാത്രം ബാധകമായ സവിശേഷ വകുപ്പിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ മതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.